മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ബി.ജെ.പിയുടെ പ്രകടനം പ്രതിപക്ഷത്തെ സ്വന്തം സഖ്യത്തിലെ വിള്ളലുകൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാക്കിയെന്നതാണ് ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന 9 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. ഇതോടെ മുതിർന്ന നേതാവായ സഞ്ജയ് റാവത്ത് വരാനിരിക്കുന്ന മുംബൈ മുനിസിപ്പൽ ബോഡി തെരഞ്ഞെടുപ്പിനുള്ള സംയുക്ത തന്ത്രങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയോട് സമയം ചോദിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയുടെ ഘടകകക്ഷികളിൽ ഏറ്റവും ശക്തമായ ഒരു പ്രകടനം കാഴ്ചവെച്ച പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കത്തിന് കാരണമാകുന്നത്. ജനുവരി 15 നടക്കാനിരിക്കുന്ന ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുൻപായുള്ള തന്ത്രമാണ് ഇപ്പോൾ സഞ്ജയ് റാവത്തിന്റെ നേതൃത്വത്തിൽ പയറ്റാൻ ശ്രമിക്കുന്നത്. അടുത്ത കാലം വരെ ശിവസേന, ഉദ്ധവ് വിഭാഗവും കോൺഗ്രസും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്വതന്ത്രമായി മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നു. കൂടെ വരാൻ താൽപ്പര്യമുള്ള കക്ഷികൾക്ക് വരാമെന്നും അല്ലെങ്കിൽ തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുമായിരുന്നു സഞ്ജയ് റാവത്തിന്റെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും നിലപാടുകൾ. ബി.ജെ.പിയുടെ സഖ്യത്തിൽ നിന്നും നിലവിൽ നേട്ടമുണ്ടാക്കുന്ന ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയുടെ മുന്നേറ്റം തടയാൻ കോൺഗ്രസിന്റെ പിന്തുണയുടെ ആവശ്യകത ഉദ്ധവ് താക്കറെ വിഭാഗം ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയുമായുള്ള പങ്കാളിത്തം മെച്ചപ്പെടുത്താനും കോൺഗ്രസുമായുള്ള സഖ്യം അത് നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് സഞ്ജയ് റാവത്തിന്റെ മുന്നിലുള്ള ഒരു പ്രധാന വെല്ലുവിളി. പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ കാരണം രാജ് താക്കറെയുമായി വേദി പങ്കിടരുത് എന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. കോൺഗ്രസിന്റെ വോട്ട് വിഹിതമില്ലാതെ ബി.ജെ.പി ഷിൻഡെ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്താൻ താക്കറെ വിഭാഗങ്ങൾക്ക് കഴിയില്ല എന്നതാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മഹാരാഷ്ട്രയിൽ സൂചിപ്പിക്കുന്നത്. പിളർപ്പിന് മുൻപ് ഏതാണ്ട് 25 വർഷത്തോളം BMCയെ നിയന്ത്രിച്ചിരുന്നത് ശിവസേനയായിരുന്നു. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ BMCയുടെ നിയന്ത്രണം പലപ്പോഴും സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിന് തുല്യമായിരുന്നു. ഏതായാലും ഉദ്ധവ് താക്കറെയ്ക്ക് നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കുവാനും തന്റെ പാർട്ടിയുടെ അടിത്തറ സംരക്ഷിക്കുവാനുമുള്ള അവസാന അവസരമാണ് വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ്.